താം തിരികെടുത്തു. നിങ്ങളൊരു ഗേ ആണോ എങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ വിസയും ബെനിഫിറ്റും കിട്ടുന്നതാണ്. യു കെ എന്ന രാജ്യം നശിച്ചു. ഈ രാജ്യത്തിന്റെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ഒടുക്കത്തെ ബെനിഫിറ്റും ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സും ആണ്. അത് മുതലാക്കിയാണ് ഇവിടേക്ക് ബോട്ട് കയറി ആൾക്കാർ വരുന്നതും ഇവിടെ നമ്മൾ അടയ്ക്കുന്ന ആ ഒരു ടാക്സ് വെച്ച് ഇവന്മാർക്കൊക്കെ ബെനിഫിറ്റ് ആയിട്ട് ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നതും. എന്നിട്ട് ഇവിടെ ലീഗലായിട്ട് വന്ന വിദ്യാഭ്യാസമുള്ള ടാക്സ് അടച്ച് ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ഇവിടുത്തെ സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയാത്ത നമ്മളെല്ലാം ചവിട്ടി പുറത്താക്കി കൊണ്ടുവരികയാണ്. ഇവിടുത്തെ ഈ ഒരു ഒടുക്കത്തെ സിസ്റ്റം മാറിയാലേ ഈ ഒരു രാജ്യം തന്നെ രക്ഷപ്പെടുകയുള്ളൂ. നമ്മൾ ഇപ്പൊ ന്യൂസിൽ കണ്ടതാണ്. അതായത് നിങ്ങൾ ഒരു ഗേ ആണെങ്കിൽ അല്ലെങ്കിൽ ഗേ ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു കെയിൽ വിസ കിട്ടുന്നതാണ്. എല്ലാ ബെനിഫിറ്റും അതുപോലെ തന്നെ വാങ്ങിയെടുക്കാനും പറ്റുന്നതാണ്. BBC കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു അണ്ടർ കവർ ഇൻവെസ്റ്റിഗേഷനിലാണ് ചില ലീഗൽ അഡ്വൈസേഴ്സും ലോ ഫേംസും പിന്നെ ചില മാമാമാരും ചേർന്ന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരെ ഗേ ആയിട്ട് അഭിനയിക്കാൻ ട്രെയിനിങ് കൊടുക്കുവാണ്. ഈസ്റ്റ് ലണ്ടനിലെ ബെക്ടൺ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് 175 പേർക്കാണ് എങ്ങനെയാണ് ഗേ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്നും ഗേ ആയിട്ട് നടക്കുന്നതെന്നും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നതെന്നും ഒക്കെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു LGBTQ ക്ലാസ് നടന്നത്. ഇതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 176 പേരിൽ 0.01% ആൾക്കാർ പോലും ഗേ അല്ല എന്നുള്ളതാണ്. വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് ബാക്കി പറയാം. One after another, those attending tell our undercover reporter that many people at the meeting are not really gay. मैं तो नहीं हूँ भाई, कोई भी नहीं है इसमें 1% भी नहीं है. 1% जानते हो? 0.01% भी नहीं है. मुझे पता कोई भी नहीं है, बट मोस्ट ऑफ द नहीं है. जब इंटरव्यू देना ना, आपने शर्म भूल जानी, बस इतनी सी बात है. असल में ये तो नहीं हूँ. कोई भी नहीं है, असल बात है. ഇങ്ങനെ ട്രെയിനിങ് കിട്ടാനും വിസ ആപ്ലിക്കേഷനും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സിനും ഡോക്യുമെന്റ്സിനും ലെറ്റേഴ്സിനും പിന്നെ വേറെ മെഡിക്കൽ എവിഡൻസിനും പിന്നെ ഹോം ഓഫീസിന്റെ ഇന്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ട്രെയിനിങ്ങിനും എല്ലാത്തിനുമായിട്ട് 7000 പൗണ്ട് വരെയാണ് ഇതിന്റെ ഏജൻസ് വാങ്ങുന്നത്. അതിലെ ഒരു മെയിൻ ഏജന്റ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ടനീസ എന്ന് പേരുള്ള ഈ ഒരു സ്ത്രീ. 2023 മാത്രം പാകിസ്ഥാനിൽ നിന്നുള്ളവര് 42% പേരാണ് LGBTQ വിസ ക്ലെയിം ചെയ്തത്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും സെയിം സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഗേ ആണ്, എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പേടിയാണ്, അവരെന്നെ ജയിലിലിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിസ വാങ്ങിക്കൊടുക്കുന്നത്. കേൾക്കേണ്ട താമസം ഇവിടെയുള്ള വിവരം കെട്ടന്മാർ ഇന്നാ പിടിച്ചോ വിസ എന്നും പറഞ്ഞ് കയ്യിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ഗതികേട് അല്ലാണ്ട് എന്ത് പറയാനാ. എന്തായാലും ശരി, ക്ലാസ്സിന് പോകാൻ സമയമായി. താങ്ക് യു.